സ്പോർട്സ് റിപ്പോർട്ടറിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കാര്യവട്ടം 2020-ക്ക് മുന്നോടിയായുള്ള ഇന്ത്യ ന്യൂസിലൻഡ് ടീമുകളുടെ പരിശീലനമാണ് കാര്യവട്ടം സ്പോർട്സ് ഹബിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസിലൻഡ് ടീമായിരുന്നു ആദ്യം പരിശീലനത്തിലെത്തിയത്. ഉച്ചയ്ക്ക് 1:30 പരിശീലനത്തിനിറങ്ങിയ ടീം 3 മണിക്കൂറാണ് കാര്യവട്ടം സ്പോർട്സ് ഹബിൽ പരിശീലനം നടത്തിയത്. പിന്നീട് വൈകിട്ട് 4:30 ഇന്ത്യൻ ടീം എത്തിയത്. 5 മണി മുതൽ ഒരു 3 മണിക്കൂറിൽ കൂടുതലായിട്ട് ഇന്ത്യൻ ടീം ഇപ്പോൾ പരിശീലനം നടത്തുകയാണ്. എടുത്തു പറയാനുള്ളത്, നെറ്റ്സിലേക്ക് ആദ്യം വന്നിരുന്നത് ശ്രേയസ് അയ്യരും ഇഷാൻ കിഷനും സഞ്ജു സാംസണുമായിരുന്നു. അതിൽ തന്നെ ഇഷാൻ കിഷനും ശ്രേയസ് അയ്യരും ഏകദേശം 1.5 മണിക്കൂറോളമാണ് നെറ്റ്സിൽ തുടർച്ചയായി ബാറ്റിംഗ് പരിശീലനം നടത്തിയത്. സഞ്ജു ആദ്യത്തെ 20 മിനിറ്റ് മാത്രമാണ് പരിശീലനത്തിനിറങ്ങിയത്. പിന്നീട് അദ്ദേഹം ഫീൽഡിംഗ് പരിശീലനത്തിലാണ് ഇറങ്ങിയത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയം തന്നെയാണ്. അതേസമയം ആദ്യം ബാറ്റിംഗ് പരിശീലനം നടത്തിയ ശേഷം, അതായത് 1.5 മണിക്കൂറോളം ബാറ്റിംഗ് പരിശീലനം നടത്തിയ ശേഷം ഇഷാൻ കിഷൻ പിന്നീട് കീപ്പിംഗ് ഗ്ലൗ അണിഞ്ഞ് വിക്കറ്റ് കീപ്പിംഗ് പരിശീലനമാണ് നടത്തിയതെന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ്. നാളത്തെ ടീമിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതിന്റെ സൂചന കൂടിയായിട്ടാണ് ഈ ഒരു പരിശീലന സെഷനിലെ ഈ മാറ്റങ്ങളെ നമ്മൾ കാണുന്നതും. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പിന് തൊട്ട് മുൻപുള്ള ഒരു മത്സരം തന്നെയാണ് ഇന്ത്യയെ ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു മത്സരം വിജയത്തോടെ തുടങ്ങാൻ തന്നെയായിരിക്കും ഇരു ടീമുകളുടെയും ശ്രമം. ആ മത്സരം വിജയിച്ച് ലോകകപ്പിന് വലിയ പ്രതീക്ഷയോടെ ഇറങ്ങാൻ തന്നെയായിരിക്കും ഇരു ടീമുകളുടെയും ശ്രമം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പരമ്പരയിൽ ആദ്യ 3 മത്സരങ്ങളും ആധികാരികമായി വിജയിച്ച പരമ്പര നേരത്തെ തന്നെ സ്വന്തമാക്കിയിരുന്നു. എന്നാൽ വിശാഖപട്ടണത്ത് നടന്ന അവസാന 2020-ൽ 50 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. ബാറ്റിംഗും ബൌളിംഗും ഒരുപോലെ നിരാശപ്പെടുത്തിയ പ്രകടനം തന്നെയായിരുന്നു ഇന്ത്യ നടത്തിയിരുന്നത്. പ്രത്യേകിച്ച് ഒരു ചേഞ്ചസ് ആയിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ വരുത്തിയത്. അതിൽ 5 ബൌളർമാരുമായിട്ട് കളിച്ചിട്ടും 200 റൺസിന് മുകളിൽ ഇന്ത്യ വഴങ്ങേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ബാറ്റിംഗിലും കാര്യമായി തിളങ്ങാൻ ഒരു ശുഭൻ ദുബൈയുടെ ഒരു ക്യാമിയോ ഒഴിച്ച് ബാറ്റിംഗിലും കാര്യമായിട്ട് ആർക്കും തിളങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. എന്തായാലും കാര്യവട്ടത്തേക്ക് വരുമ്പോൾ സഞ്ജു മികച്ച ഒരു പ്രകടനത്തോടു കൂടി തന്നെ വിമർശനങ്ങളെയെല്ലാം മറികടക്കുമെന്നുള്ളത് തന്നെയാണ് ആരാധകരുടെ വലിയ പ്രതീക്ഷയും ആവേശവും ഒക്കെ തന്നെ. ടിക്കറ്റുകളെല്ലാം വലിയ രീതിയിൽ തന്നെ വിറ്റുപോയിരുന്നു. ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ മത്സരത്തിന്റെ എല്ലാ ടിക്കറ്റുകളും വിറ്റുപോയിരുന്നു. 32,000 ടിക്കറ്റുകളാണ് വിൽപ്പനയ്ക്ക് വെച്ചിരുന്നത്. ആകെ 45,000 ഇവിടുത്തെ കപ്പാസിറ്റി. അതിൽ തന്നെ 40,000 കാണികളെയാണ് നാളത്തെ മത്സരത്തിൽ പ്രവേശിപ്പിക്കുന്നത്. 32,000 ടിക്കറ്റുകളായിരുന്നു KCA വിൽപ്പനയ്ക്ക് വെച്ചത്. അത് 2 ദിവസം കൊണ്ട് തന്നെ വിറ്റുപോയി. വലിയ രീതിയിലുള്ള റെക്കോർഡുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സീരീസിലേക്ക് നോക്കുമ്പോൾ സഞ്ജുവിനാകെ കഴിഞ്ഞ 4 മത്സരങ്ങളിൽ നിന്ന് 40 റൺസ് മാത്രമാണ് നേടാനായിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ 10, 2ാം മത്സരത്തിൽ 6, 3ാമത്തെ മത്സരത്തിൽ 0 റൺസും മാത്രമെടുത്ത സഞ്ജു വിശാഖപട്ടണത്തിൽ നടന്ന അവസാന 20-ലാണ് അല്പമെങ്കിലും ഭേദപ്പെട്ട രീതിയിൽ ബാറ്റ് ചെയ്തത്. 15 പന്തിൽ 24 റൺസായിരുന്നു സഞ്ജുവിന്റെ സമ്പാദ്യം. എന്നാൽ തിരുവനന്തപുരത്തെ സ്വന്തം സ്റ്റേഡിയത്തിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ ഒരു മികച്ച പ്രകടനം തന്നെ സഞ്ജു നടത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഒപ്പം തന്നെ ലോകകപ്പിന് തൊട്ടു മുൻപുള്ള മത്സരം എന്നുള്ള നിലയ്ക്ക് സഞ്ജുവിനും ലോകകപ്പ് 11-ൽ തന്റെ സാന്നിധ്യം ഉറപ്പിക്കണമെങ്കിൽ ഏറ്റവും മികച്ചൊരു ഇന്നിംഗ്സ് തന്നെ, ഏറ്റവും മികച്ചൊരു പ്രകടനം തന്നെ ഇവിടെ പുറത്തെടുക്കേണ്ടി വരും. സ്വന്തം കാണികളുടെ ആരാധക പിന്തുണയിൽ വലിയ ഒരു സ്കോർ തന്നെ നേടാനാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നെറ്റ്സിലേക്ക് ഇറങ്ങിയപ്പോൾ കൂറ്റൻ ഹിറ്റ്സുകൾക്ക് തന്നെയാണ് സഞ്ജു ശ്രമിച്ചിരുന്നത്. എന്നാൽ പേസർമാരെ സഞ്ജു നേരിട്ടിരുന്നില്ല. അക്സർ പട്ടേലും ഒപ്പം തന്നെ ബോൾ ത്രോവേഴ്സും മാത്രം ആണ് സഞ്ജുവിനെ പന്തെറിഞ്ഞുകൊണ്ടിരുന്നത്. മറുവശത്തേക്ക് നോക്കുമ്പോൾ സൂര്യ ആയാലും ശ്രേയസ് ആയാലും ഇഷാൻ ആയാലും സ്പിന്നർമാരെയും പേസർമാരെയും ഒരുപോലെ നേരിട്ടിരുന്നു. അതിൽ തന്നെ എടുത്തു പറയാനുള്ളത് ഇഷാൻ കിഷൻ ജസ്പ്രീത് ബുംറയെയും ഒപ്പം തന്നെ അർഷ്ദീപ് സിംഗിനെയും ഒരുപാട് സമയം നേരിട്ടിരുന്നു എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. മാത്രമല്ല വിക്കറ്റ് കീപ്പിംഗ് പരിശീലനത്തിനും ഇഷാൻ ഇറങ്ങിയ സ്ഥിതിക്ക് ഇഷാൻ എന്തായാലും തിരുവനന്തപുരത്തെ മത്സരത്തിൽ ഇറങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ നിഖിലിനെ തുടർന്ന് ഇഷാനെ കളിപ്പിച്ചിരുന്നില്ല. പകരം അർഷ്ദീപ് സിംഗ് ആയിരുന്നു ആ ഒരു മത്സരത്തിൽ കളിച്ചത്. എന്തായാലും നിർണായകമായ 5ാം T20-യിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പിന് മുമ്പുള്ള പരമ്പര ഇന്ത്യ നേടിക്കഴിഞ്ഞെങ്കിലും ലോകകപ്പിന് മുമ്പുള്ള മത്സരത്തിൽ ഒരു വിജയത്തോടെ ട്രാക്കിലെത്താമെന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെയാണ് ടീം ഇന്ത്യ ഉള്ളത്. ഒപ്പം തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടീമിനെ ഒന്നാണെങ്കിൽ സംബന്ധിച്ചിടത്തോളം സഞ്ജുവിന്റെ തിരിച്ചൊരു വളരെ അത്യാവശ്യം തന്നെയാണ്. കാരണം ഓപ്പണിംഗ് സ്ലോട്ടിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ടുള്ള സഞ്ജു കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് വലിയ രീതിയിലുള്ള നിരാശപ്പെടുത്തലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 15 T20 ഇന്നിംഗ്സുകളിൽ നിന്ന് ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് സഞ്ജുവിന് നേടാനായിട്ടുള്ളത്. ഈ സീരീസിലേക്ക് വരുമ്പോൾ പോലും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ 4 മത്സരങ്ങളിൽ നിന്ന് 40 റൺസ് മാത്രമാണ് സഞ്ജുവിന് നേടാനായിട്ടുള്ളത്. ശരാശരി ആയാലും സ്ട്രൈക്ക് റേറ്റ് ആയാലും എല്ലാം വളരെ പിന്നോക്കം പോയ അവസ്ഥ. അതിനേക്കാളുപരി സഞ്ജുവിന്റെ വിക്കറ്റ് പോകുന്ന രീതിയെയും വലിയ രീതിയിൽ കമന്റേറ്റർമാരും മുൻ താരങ്ങളും എല്ലാം വിമർശിക്കുന്നുണ്ട്. ബാക്ക് ഫുട്ടിൽ ഇറങ്ങി കളിക്കുന്നത് കൊണ്ടാണ് സഞ്ജു വലിയ രീതിയിൽ വിക്കറ്റ് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള വിമർശനം കാര്യമായിട്ടുള്ളൊരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിമർശനങ്ങൾക്കും സഞ്ജുവിന് ഒരു മറുപടി നൽകേണ്ട മത്സരം കൂടിയാണിത്. അത്തരത്തിൽ
ഒരു എല്ലാ വിമർശനങ്ങൾക്കുള്ള മറുപടി കാര്യവട്ടത്തെ മത്സരത്തിൽ T20യിൽ സ്വന്തം കാണികൾക്ക് മുമ്പിൽ സഞ്ജു നടത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വലിയ ആവേശത്തോടു കൂടി തന്നെ കാണികളെല്ലാവരും എത്തും. 2 ദിവസം കൊണ്ടാണ് 32,000-ഓളം വരുന്ന ടിക്കറ്റുകൾ വിറ്റുപോയത് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. എന്തായാലും നാളെ കാര്യവട്ടം ഒരു നീലക്കടലാവുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നീലക്കടലിൽ സഞ്ജു സാംസൺ മികച്ചൊരു പെർഫോമൻസോട് കൂടി ഒരു വലിയ തിരിച്ചുവരവ് നടത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ ലോകകപ്പിന് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ ഇന്ത്യ ഒരുങ്ങുമെന്നും നമുക്ക് കരുതാം. നാളെ രാത്രി 7 മണിക്കാണ് ഇന്ത്യ ന്യൂസിലൻഡ് 5ാം T20 മത്സരം നടക്കുന്നത്.